ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വായന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 26-ാം അധ്യായം 1-ാം വാക്യം. അഗ്രിപ്പാവ് പൗലോസിനോട്, നിന്റെ കാര്യം പറവാൻ അനുവാദം ഉണ്ട്. ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമന്റെ മകനായിരുന്നു ഹെരോദാവ് അഗ്രിപ്പ രണ്ടാമൻ. പിതാവ് മരിക്കുമ്പോൾ 17 വയസ്സ് മാത്രമേ അഗ്രിപ്പ രണ്ടാമന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ പ്രായത്തിൽ ഭരണ ചുമതല ഏറ്റെടുക്കുവാൻ കഴിയാത്തതിനാൽ രാജ്യം വിഭജിച്ച് ക്ലൗദ്യോസ് കൈസർ ചക്രവർത്തി ഓരോ നിയമദാതാക്കളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ബിഥുന്യ, ത്രഖോനിത്തി, അബിലേന തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭരണം നടത്തിയതായിട്ട് കാണുന്നു. സ്വന്തം സഹോദരിയായ ബെർണീക്കയുടെ സഹായവും ഹെരോദാവ് അഗ്രിപ്പ രണ്ടാമൻ രാജാവിന് ലഭിച്ചിരുന്നതായിട്ട് കാണുന്നു. ആയതിനാൽ ബെർണീക്കായിലൂടെ യഹൂദരെ സ്വാധീനം ചെലുത്തുവാനും അഗ്രിപ്പായ്ക്ക് സാധിച്ചു. പൗരോഹിത്യത്തിലും അഗ്രിപ്പായ്ക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 25-26 അധ്യായങ്ങളിലാണ് അഗ്രിപ്പ രണ്ടാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫെസ്തോസ് റോമ ഗവർണറായി കൈസരിയിൽ സ്ഥാനമേറ്റ് അധികം താമസിയാതെയാണ് പൗലോസിന്റെ പേരിൽ യഹൂദർ കുറ്റാരോപണം നടത്തുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കൈസറിന്റെ മുമ്പിൽ വിസ്താരത്തിന് അപേക്ഷിച്ച് പൗലോസ് കൈസരിയയിൽ ആയിരിക്കുമ്പോഴാണ് അഗ്രിപ്പ രണ്ടാമനും തൻ്റെ സഹോദരിയായിരുന്ന ബെർണീക്കയും ഫെസ്തോസിനെ അഭിവാദ്യം ചെയ്യുന്നതിന് അവിടെ എത്തുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ ഫെസ്തോസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അഗ്രിപ്പ രാജാവിൻ്റെയും ബെർണീക്ക രാജ്ഞിയുടെയും മുൻപിൽ പൗലോസിനെ ഹാജരാക്കുകയും ചെയ്യുന്നു. ഇവിടെ അഗ്രിപ്പാവ് പൗലോസിന് സംസാരിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും അതിലൂടെ പൗലോസ് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതായ വാക്യം. അവിടെ അഗ്രിപ്പാവും ബെർണീക്കയും പറയുന്നത്, ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ തമ്മിൽ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അഗ്രിപ്പ യെരുശലേമിൽ ഉണ്ടായിരുന്ന ഹസ്മോന്യ കൊട്ടാരം വിപുലപ്പെടുത്തുകയും കൈസരിയിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ആ സമയത്ത് നടന്ന യഹൂദ കലാപത്തിൽ റോമിനോട് ചേർന്ന് നിൽക്കുകയും റോമൻ അധികാരികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തുടർന്ന് യെരുശലേം പിടിച്ചടക്കിയതിനു ശേഷം റോമിലേക്ക് അദ്ദേഹം പോവുകയും അവിടെ നിയമപാലകനാകുകയും ചെയ്തു എന്ന് കാണുന്നു. എന്നാൽ അഗ്രിപ്പ രണ്ടാമന്റെ മരണത്തോടെ ഹെരോദാക്കന്മാരുടെ ഭരണത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ഹെരോദ അഗ്രിപ്പായുടെ ജീവിതം സസൂക്ഷ്മം മനസ്സിലാക്കിയാൽ അദ്ദേഹം ദൈവത്തോടും ദൈവിക ശുശ്രൂഷക്കാരോടും മമത കാണിച്ചിരുന്ന ഒരു രാജാവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഗ്രിപ്പ രാജാവ് പൗലോസിനെ നീതിയോടെ ന്യായം വിധിച്ചതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ കർത്തവ്യ നിർവഹണങ്ങളും. നീതിയും ന്യായവും ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളിലൂടെ സമൂഹത്തിലും രാജ്യങ്ങളിലും ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുവാൻ സഹായിക്കണമേ. ആമേൻ.